ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജൂൺ 19 നമ്മുടെ വായനാ ദിനം. അറിവിൻ്റെ വെളിച്ചം നമുക്ക് സമ്മാനിച്ച ഒരു വലിയ മനുഷ്യനെ ഓർക്കുന്ന ദിവസമാണിത്. PM പണിക്കർ സാറിനെ. പണ്ടുകാലത്ത് എല്ലാവർക്കും പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് എല്ലാവരും പുസ്തകങ്ങൾ വായിച്ച് മിടുക്കരാകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് PM പണിക്കർ സാർ. അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒരുപാട് വായനശാലകൾ ഉണ്ടാക്കി. പുസ്തകങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തെ ഓർക്കാനും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കാനുമാണ് നമ്മൾ ഈ ദിവസം വായനാ ദിനമായി ആഘോഷിക്കുന്നത്. വിദ്യാലയങ്ങളിലും നമുക്ക് ചുറ്റുമുള്ള വായനശാലകളിലും പുസ്തകങ്ങൾ വായിക്കാനും അറിവ് നേടാനുമുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വേഗത്തിനൊത്ത് പായുന്ന സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൊബൈൽ ഫോണിലെ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, റീൽസ്, ഇൻസ്റ്റഗ്രാം, ഗെയിംസ് എന്നിവയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും. മൊബൈൽ ഫോണിൽ കുമ്പിട്ടിരിക്കുന്ന ഈ ലോകത്തിന് അറിയില്ല വായനയുടെ പ്രാധാന്യം. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന ഒരുപാട് നല്ല എഴുത്തുകാർ നമുക്ക് ചുറ്റുമുണ്ട്. എഴുത്തച്ഛൻ മുതൽ കുമാരനാശാൻ വരെ. പുസ്തകങ്ങളെ ചങ്ങാതിയായി വിവരിക്കുന്ന പുസ്തക ചങ്ങാതി എന്ന കവിത എനിക്കേറെ ഇഷ്ടമാണ്. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിലൊരു കുളിർ ചോലയായൊഴുകിയിടണം. ഈ കവിതയിൽ പറഞ്ഞതുപോലെ പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുകയും നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തിലും വായന എന്ന ശീലം നമുക്ക് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം. വായന എന്ന ശീലം നമുക്ക് പകർന്നു തന്ന നമ്മുടെ എല്ലാ എഴുത്തുകാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.